എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിരം ക്ലാസ്സുമായിട്ട് എത്തിയിരിക്കുകയാണ് PSC ബുള്ളറ്റിൻ്റെ CA ക്യാപ്സൂൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തെ 2 ലക്കമാണ് കേട്ടോ. നമുക്ക് 2025 വന്നിട്ടുള്ള ഒക്ടോബർ മാസത്തെ 2 ലക്കമുണ്ട്. അപ്പോൾ ആ 2 ലക്കമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ശരി, അപ്പം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു CA ക്യാപ്സൂൾ ക്ലാസ് ആണ്. നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. PSC ബുള്ളറ്റിൽ എന്താണോ വന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അങ്ങ് പഠിക്കാൻ പോവാണ്. കാരണം ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ PSC ബുള്ളറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് CA പോർഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ശരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് അഥവാ കണ്ണാടിപ്പാലം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ കൈലാസഗിരിക്ക് മുകളിൽ സ്ഥാപിക്കപ്പെട്ടു. 55 മീറ്റർ ആണ് നീളം. നമ്മളിതൊക്കെ നമ്മുടെ CA ബ്ലോക്ക് ബസ്റ്ററിൽ പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു മുൻപ് ശരിക്കും ഈ ഒരു റെക്കോർഡ് നമ്മുടെ വാഗമണിൻ്റെ പേരായിരുന്നു അല്ലേ, വാഗമണിലായിരുന്നു. അത് നമ്മൾ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, നമുക്ക് വിഷാദമാണ് അല്ലേ, നമുക്ക് കേരളത്തിലുള്ളവർക്ക് വിഷാദമാണ് എന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കണ്ണാടിപ്പാലം നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തില് 55 മീറ്റർ ആണ് നീളം. കിട്ടുന്നുണ്ടല്ലോ, റിവിഷൻ ആകുന്നുണ്ടല്ലോ. അടുത്തത്, ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ആണ് INS ആരവല്ലി എന്ന് പറയുന്നത്. ഓക്കെ, INS ആരവല്ലി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ എന്ത് ചെയ്തു, കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ആണ് INS ആരവല്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗുരുഗ്രാമിലാണ് കമ്മീഷൻ ചെയ്തത്. അരാവലിയോ ആരവല്ലി നമ്മുടെ ഇന്ത്യൻ നേവിയുടെ എന്താണ്, പുതിയ നേവൽ ബേസ് ആണെന്ന് ഓർത്തു വെക്കുക, നേവൽ ബേസ് കേട്ടോ. ഇനി സുശീല കാർക്കി നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റു. അപ്പോൾ നമുക്കറിയാം റീസെൻ്റ് ആയിട്ട് ജൻസി പ്രക്ഷോഭമൊക്കെ കൊടുമ്പിരിക്കൊണ്ട നാടാണ് എവിടെയെന്ന് പറയുന്നത്, നേപ്പാൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നേപ്പാളിൽ നിന്ന് KP ശർമ്മ ഒലിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു രാജിവെച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനുശേഷം നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് സുശീല കാർക്കി അല്ലെ, സുശീല കാർക്കി എന്ത് ചെയ്തു, നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റു. സുശീല കാർക്കി അല്ലെ, സുശീല കാർക്കിയാണ് നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത്. ഇനി നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയും രാജ്യത്തെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്നു സുശീല കാർക്കി കേട്ടോ, സുശീല കാർക്കി. അപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി, കാറിൻ്റെ കീയും ഒക്കെ ആയിട്ടല്ലേ ഇവർ പ്രധാനമന്ത്രിയാകാനായിട്ട് വരുന്നത്. അപ്പോൾ സുശീല എന്ത് ചെയ്യുന്നു, നല്ല ശീലമുണ്ട് അല്ലേ. സുശീല എന്ന് പറയുമ്പോൾ നല്ല ശീലമുള്ളവളെന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പോൾ നല്ല ശീലമുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാണ് കിട്ടിയിരിക്കുന്ന. കാറിലാണ് പ്രധാനമന്ത്രിയാകാൻ വന്നതെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ പ്രധാനമന്ത്രിയാകുന്ന, നേപ്പാളിലെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയാണ്, അത് ഓർത്തു വെക്കണം. രാജ്യത്തെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് സുശീല കാർക്കി. അടുത്തത്, ലോകത്തിൽ ആദ്യമായിട്ട് ക്യാൻസറിനുള്ള വാക്സിൻ വികസിപ്പിച്ചത് റഷ്യയാണ്. വാക്സിൻ്റെ പേര് എൻഡ്രോമിക്സ് എന്നാണ്. ഇതിനുശേഷം പ്രെംബ്രോറി എന്ന് പറയുന്ന വാക്സിൻ കൂടി റഷ്യ വികസിപ്പിച്ചതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ AI മന്ത്രിയെ യാഥാർത്ഥ്യമാക്കിയത് ആരാണ്, അൽബേനിയയാണ്. ലോകത്തിലെ ആദ്യത്തെ AI മന്ത്രിയെ യാഥാർത്ഥ്യമാക്കിയത് അൽബേനിയയാണ്. എന്താണ് പേര്, ഡിയേല അല്ലെ, ഡിയേല എന്നാണ് പേര്. അപ്പോൾ അൽബേനിയയാണ് ലോകത്തിലെ ആദ്യ AI മന്ത്രിയെ എന്ത് ചെയ്തത്, യാഥാർത്ഥ്യമാക്കിയത്, അൽബേനിയാണ്. അടുത്തത്, അമേരിക്കൻ ചലച്ചിത്ര ഇതിഹാസമായിട്ടുള്ള റോബർട്ട് റെഡ്ഫോർഡ് അന്തരിച്ചു. 2025 റോബർട്ട് റെഡ്ഫോർഡ് അന്തരിച്ചത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, ചിലപ്പോൾ ചോദിക്കുവാണെങ്കിലും. റീസെൻ്റ് ആയിട്ട് അന്തരിച്ച ഈ പറയുന്ന റോബർട്ട് റെഡ്ഫോർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം അമേരിക്കൻ ചലച്ചിത്ര ഇതിഹാസമാണ്. ഇനി മുൻ മന്ത്രിയും മുൻ നിയമസഭാ സ്പീക്കറുമായിരുന്ന PP തങ്കച്ചൻ അന്തരിച്ചു, രാഷ്ട്രീയ നേതാവാണ്. പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് SL ഭൈരപ്പ, നമ്മൾ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയതായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നോവലിസ്റ്റ്, സാഹിത്യകാരനാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്, കന്നഡ സാഹിത്യകാരനാണ്. അത് നിങ്ങൾ നോക്കി വെക്കണം. ചിലപ്പോൾ അടുത്തിടെ അന്തരിച്ച
എസ്.എൽ. ഭൈരപ്പ ഏതു ഭാഷയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കാം. കന്നഡ നോവലിസ്റ്റ് ആണ്. ഇനി ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ഹരോൾഡ് ഡിക്ബേർഡ് എന്ത് ചെയ്തു? അന്തരിച്ചു. ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ആണ് ഹരോൾഡ് ഡിക്ബേർഡ് എന്ന് പറയുന്നത്. അസമീസ് ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗ് സ്കൂബ ഡൈവിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ എന്ത് ചെയ്തു? മരണപ്പെട്ടു. 2025 ഒക്ടോബറിലെ വാർത്തയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓടിച്ചു വിടാനുള്ള സംഭവം ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ ജസ്റ്റ് വായിച്ചു വിടുക. ഞാൻ പറഞ്ഞു PSC ബുള്ളറ്റിൽ വരുന്നതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനി റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ശിരീഷ് ചന്ദ്ര മുർമു നിയമിതനായി. ശിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ശിരീഷ് ചന്ദ്ര മുർമു എന്ത് ചെയ്തു? നിയമിതനായി. ഡെപ്യൂട്ടി ഗവർണർ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ നിങ്ങൾ താഴെ നമ്മുടെ റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആരാണെന്ന് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഇനി പ്രവീൺ കുമാർ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായി. നമ്മൾ ITBP എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? നമുക്ക് പല അതിർത്തി രക്ഷാസേനകളും ഉണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്ന ITBP. ITBPയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് പ്രവീൺ കുമാർ. ആരാണ്? പ്രവീൺ കുമാർ. പ്രവീൺ കുമാർ ആണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അഥവാ ITBPയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? പ്രവീൺ കുമാർ. ഇനി ഡാനിയേൽ കാറ്റ്സ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായി. അതായത് നമ്മുടെ IMF, അന്താരാഷ്ട്ര നാണയനിധി എന്നൊക്കെ മലയാളത്തിൽ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, നമ്മളെ സ്വന്തം IMFനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാനിയേൽ കാറ്റ്സ് ആരാണ്? ഡാനിയേൽ കാറ്റ്സ്. ഡാനിയേൽ കാറ്റ്സ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായി. ആരാണ്? ഡാനിയേൽ കാറ്റ്സ്. ഡാനിയേൽ കാറ്റ്സ്. ഓക്കെ, ഇനി R. വെങ്കിട്ടരമണി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് വീണ്ടും നിയമിതനായി. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ഹയസ്റ്റ് ലോ ഓഫീസറാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറൽ എന്ന് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് അല്ലെ? സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. അതായത് നമ്മുടെ സംസ്ഥാനത്തിലെ ഹയസ്റ്റ് ലോ ഓഫീസർ അഡ്വക്കേറ്റ് ജനറൽ ആണ്. നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ രാജ്യത്തെ ഹയസ്റ്റ് ലോ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറൽ ആണ്. ആരാണ്? അറ്റോർണി ജനറൽ. അപ്പൊ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് R. വെങ്കിട്ടരമണി എന്ത് ചെയ്തു? വീണ്ടും നിയമിതനായി എന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ്, നമ്മൾ ഇതൊക്കെ കോഡ് വെച്ച് പഠിച്ചതാണ് അല്ലെ? ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഒരു ഏച്ചിയാണ് അല്ലെ? ഏച്ചി നമ്മൾ വടക്കോട്ടൊക്കെ ഏച്ചി, നമ്മൾ ചേച്ചിയെ ഏച്ചി എന്ന് പറയാറുണ്ട് അല്ലെ? എന്തേച്ചി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പോൾ തകായിച്ചി ഒരു ചേച്ചിയാണ് ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ടത്. സനെ തകായിച്ചി. ഓക്കെ, സനെ താനെ ഈ ഏച്ചി എന്ത് ചെയ്തു? പ്രധാനമന്ത്രിയായിട്ട് വന്നു. സനെ തകായിച്ചി. സനെ തകായിച്ചി. ഇനി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? കെയർ സ്റ്റാമർ. ഓർത്തു വെക്കുക, കെയർ സ്റ്റാമർ ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായിട്ട് പ്രകാശ് രാജാണ് നിയമിതനായിട്ടുണ്ടായത്. അതായത് ഇപ്പം നമുക്ക് നൽകിയില്ലേ 2025 നമുക്ക് നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് 2024 അവാർഡാണ് കേട്ടോ. 2024 സെൻസർ ചെയ്ത സിനിമകൾക്കുള്ള അവാർഡാണ് നൽകിയത്. അപ്പോൾ ആ ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായിട്ട് പ്രകാശ് രാജ് നിയമിതനായി. അതിന് തൊട്ട് മുൻപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇന്ത്യയിൽ വന്ന കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാൻ പോകുന്ന ഒരു സാധനമാണ്. 3 or 4 സ്റ്റാർ ഇട്ട് പഠിച്ചോ. നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ശുഭാംശു ശുക്ലയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ
ബ്രാൻഡ് അംബാസഡർ ആണ് ആര്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ അല്ലെങ്കിൽ ബിൽഡയോണിൻ്റെ, അതായത് നമ്മുടെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ കുട്ടികളിൽ സയൻസ് ഫീൽഡിലേക്ക് റാഷണൽ തിങ്കിങ് ഇതൊക്കെ അവർക്ക് കൂടുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് വികസിത് ഭാരത് ബിൽഡത്തോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? നമ്മുടെ ശുഭാംശു ആണ് അല്ലേ? ശുഭാംശു ശുക്ലയാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയ നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. നമ്മുടെ ഗഗൻയാൻ അല്ലെ, ഇന്ത്യയുടെ അടുത്ത പദ്ധതിയാണ് ഗഗൻയാൻ, അതിൻ്റെ ക്രൂ മെമ്പറാണ് ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും വിവരണം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് തരണ്ടല്ലോ. ഓക്കെ, ഇന്ത്യയിലെ അടുത്ത US അംബാസഡറായിട്ട് സെർജിയോ ഗോറിനെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിലേക്കുള്ള US-ന്റെ അംബാസഡറാണ് സെർജിയോ ഗോർ. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ഇനി ബയോ കണക്ട് ഇന്റർ ലൈഫ് സയൻസ് നാഷണൽ കോൺക്ലേവ് നടന്നത് കോവളത്ത് വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ കോവളത്ത് വെച്ചിട്ടാണ് എന്ത് നടന്നത്? ബയോ കണക്ട് ഇന്റർ ലൈഫ് സയൻസ് നാഷണൽ കോൺക്ലേവ് 2025 നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയും UK-യും സംയുക്തമായിട്ട് നടത്തിയ നാവിക അഭ്യാസമാണ് കൊങ്കൺ 2025. കൊങ്കൺ 2025. കൊങ്കൺ 2025 ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇന്ത്യയും UK-യും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസമാണ് കൊങ്കൺ 2025. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളമായിട്ട് നവി മുംബൈ മാറി. ഷുവർ ഷോട്ടാണേ, നോക്കി വെച്ചേക്കണേ, ഷുവർ ഷോട്ടാണേ, നോക്കി വെച്ചേക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളമായിട്ട് മാറി നവി മുംബൈ. ഇനി മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു, അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാലോ, PV നരസിംഹറാവു, അദ്ദേഹത്തിൻ്റെ പേരുള്ള പുരസ്കാരം ലഭിച്ചത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിനാണ് ലഭിച്ചത് കേട്ടോ, അന്തരിച്ചു പോയ ശ്രീ മൻമോഹൻ സിംഗിന്. ഇനി അയനം CV ശ്രീരാമൻ കഥാ പുരസ്കാരം S സിത്താരയ്ക്കാണ് ലഭിച്ചത്. അയനം CV ശ്രീരാമൻ കഥാ പുരസ്കാരം S സിത്താരയ്ക്ക്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പുരസ്കാരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ റീസെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതങ്ങ് കേട്ടോണ്ടിരിക്കുക. ഞാൻ 2-3 തവണ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളതങ്ങ് കേട്ടിരിക്കുക, കേട്ടങ്ങ് പഠിക്കുക കേട്ടോ. ഇത് കേട്ടങ്ങ് പഠിക്കുക. എഴുതിയെടുക്കുന്നൊക്കെ പിന്നെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഇതിൻ്റെ PDF നമ്മളെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കി തരാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് കേൾക്കുക. യാത്ര ചെയ്യുകയോ അതുപോലെ തന്നെ ജോലി എന്തെങ്കിലും ചെയ്തുകൊണ്ടാണെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക, അത്രയും മാത്രം മതി. ഇത് റിവിഷനാണ് കേട്ടോ. യെസ്, അടുത്ത നോക്കിക്കേ. അയനം CV ശ്രീരാമൻ കഥാ പുരസ്കാരം S സിത്താരയ്ക്ക് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. രാജ്ദീപ് സർദേശായിക്ക് ഇന്ത്യൻ മീഡിയോ പേഴ്സൺ പുരസ്കാരം ലഭിച്ചു. മീഡിയോ പേഴ്സൺ പുരസ്കാരം, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അതായത് നമ്മുടെ ഈ പറയുന്ന മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാജ്ദീപ് സർദേശായിക്കാണ് കിട്ടിയത്. ഇനി ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ഇന്ത്യൻ വംശജയായിട്ടുള്ള തേജസ്വി മനോജ് എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജയാണ്. ടൈം മാഗസിൻ്റെ കിഡ് ഓഫ് ദി ഇയർ 2025 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തേജസ്വി മനോജാണ്. ടൈം മാഗസിൻ്റെ കിഡ് ഓഫ് ദി ഇയർ 2025 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തിനാണ്? വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തതിന്. അടുത്തത് APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്കാണ് കേട്ടോ. APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുൻ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. G ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം ലഭിച്ചത് ഗായകൻ MG ശ്രീകുമാറിനാണ്. G ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം ലഭിച്ചത്. ചലച്ചിത്ര നടി ഷീല, ഗായിക PK മേധിനി, ഇവർക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ ലഭിച്ചു. അപ്പോൾ 2025 നൽകിയ സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ ലഭിച്ചത് ആർക്കൊക്കെയാണ്? ചലച്ചിത്ര നടി ഷീലയ്ക്ക് ലഭിച്ചു, ഗായിക PK മേധിനിക്ക് ലഭിച്ചു അല്ലേ? ചലച്ചിത്ര നടി ഷീലയ്ക്ക് ലഭിച്ചു, ഗായിക PK മേധിനി എന്നിവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക്
എമ്മി പുരസ്കാരങ്ങളിലേക്ക് പോകാം. അതായത് ഇംഗ്ലീഷ് പരമ്പരകൾക്ക് നൽകുന്ന മികച്ച ഇംഗ്ലീഷ് പരമ്പരകൾക്കൊക്കെ നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് എമ്മി പുരസ്കാരം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇന്റർനാഷണൽ പരമ്പരകൾ കേട്ടോ, ഇന്റർനാഷണൽ പരമ്പരകൾക്ക് മികച്ച സഹനടനുള്ള എമ്മി പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും പുരസ്കാര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനുമാണ് അഡോ ഉസൈൻസ് എന്ന പരമ്പരയിലെ 15 വയസ്സുകാരനായിട്ടുള്ള ഓവൻ കൂപ്പർ. അപ്പോൾ ഓവൻ കൂപ്പർ എന്ന് പറയുന്നത് ഒരു റെക്കോർഡാണ് നേടിയത്. എന്താണ്? മികച്ച സഹനടനുള്ള എമ്മി പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഓവൻ കൂപ്പർ എന്ന് പറയുന്നത്. ഓൻ സൂപ്പർ ആണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. ഓൻ സൂപ്പർ ആണ്. അവ സൂപ്പർ ആയതുകൊണ്ടല്ലേ അവൻ ഈ 15 വയസ്സിൽ അവന് സഹനടനുള്ള എമ്മി പുരസ്കാരം നേടാൻ പറ്റിയത്. അപ്പോൾ ഓൻ സൂപ്പർ ആണ്. അപ്പോൾ ഓവൻ കൂപ്പർ അല്ലെ മികച്ച സഹനടനുള്ള എമ്മി പുരസ്കാരം നേടിയത് അഡോ ഉസൈൻസ് എന്ന് പറയുന്ന പരമ്പരയിലെ 15 വയസ്സുകാരനായിട്ടുള്ള ഓവൻ കൂപ്പർ ആണ്. എമ്മി ഡ്രാമ സീരീസിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ നേട്ടം സെവൻസ് എന്ന പരമ്പരയിലൂടെ സ്വന്തമാക്കിയത് ട്രാമൽ ടിൽമാൻ ആണ്. ട്രാമൽ ടിൽമാൻ അല്ലെ, ട്രാമൽ ടിൽമാൻ. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിക്കേ, ആദ്യ കറുത്ത വർഗ്ഗക്കാരനാണ് എമ്മി സീരീസിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ നേട്ടം നേടിയത് ആരാണ്? ട്രാമൽ ടിൽമാൻ ആണ് കേട്ടോ. ട്രാമൽ ടിൽമാൻ ആണ് ആ ഒരു റെക്കോർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത നോക്കിക്കേ, മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. മികച്ച പച്ചത്തുരുത്തുകൾക്ക് മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിക്കാറുണ്ട്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. ഇനി അടുത്തത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ചലച്ചിത്ര മേഖലയിലെ ഒരു ഉയർന്ന പുരസ്കാരമാണ് ഈ പറയുന്ന ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അല്ലെ. അത് ലഭിച്ചത് നമ്മുടെ ശ്രീ മോഹൻലാലിനാണ്. നമ്മുടെ KSRTCയുടെ ബ്രാൻഡ് അംബാസഡർ ഒക്കെയാണ് നമ്മുടെ മോഹൻലാൽ അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞു അല്ലെ, KSRTC ഇനി മുതൽ എന്താ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് ചരിഞ്ഞൊക്കെ ഒരു വരവുണ്ട് അല്ലെ. അപ്പോൾ അതുപോലെ അങ്ങ് ഓർത്ത് വെക്കുക, നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത്. അപ്പോൾ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പുരസ്കാര തുക. നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം, കാരണം ഇത് മോഹൻലാൽ ആയതുകൊണ്ട് അല്ലേ, മലയാളത്തിൻ്റെ മോഹൻലാൽ ആയതുകൊണ്ട് നിങ്ങൾ മറക്കാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിലും സിനിമ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും പോലുള്ള അതുപോലത്തെ നമ്മുടെ സ്വന്തം സിനിമാ നടന്മാർക്ക് കിട്ടുന്ന അവാർഡുകൾ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് കിട്ടുന്ന അവാർഡുകളൊന്നും നമ്മൾ മറക്കില്ല അല്ലേ, അങ്ങനെയല്ലേ? യെസ്. അപ്പോൾ നോക്കാം അടുത്തത്. ജ്ഞാനപീഠം ജേതാവ് അമിതാഭ് ഘോഷിന് കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായിട്ടുള്ള പാക്കോങ് നീ പുരസ്കാരം ലഭിച്ചു. നോക്കിക്കേ, ജ്ഞാനപീഠം ജേതാവാണ് അമിതാഭ് ഘോഷ്. നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് അമിതാഭ് ഘോഷ്. സോ കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായിട്ടുള്ള പാക്കോങ് നീ പുരസ്കാരമാണ് ലഭിച്ചത്. ഏകദേശം 88 ലക്ഷം രൂപയാണ് പുരസ്കാര തുക എന്ന് പറയുന്നത്. ഇനി അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. 2023-24 ആർദ്ര കേരളം പുരസ്കാരം. ആരോഗ്യ മേഖലയിലെ മികവിന് നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരം. അപ്പോൾ 2025 23-24 ആർദ്ര കേരള പുരസ്കാരം എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അപ്പോൾ നമ്മുടെ ആർദ്ര കേരള പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഒന്ന്, ജില്ലാ പഞ്ചായത്ത് ഇടുക്കി. നമ്മുടെ 2023-24 ആർദ്ര കേരളം പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ്. മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തിയാണ്, എറണാകുളം പള്ളുരുത്തി. ഗ്രാമപഞ്ചായത്ത് പാലക്കാട് വെള്ളിനേഴിയാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ് കേട്ടോ മികച്ച ജില്ലാ പഞ്ചായത്ത്. നമ്മൾ 2023-24 ആർദ്ര കേരളം പുരസ്കാരമാണ് പറയുന്നത്. അതിനകത്ത്
ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് നമ്മൾ പറയുന്നത്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത്. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തിയാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് പാലക്കാട് വെള്ളിനേഴിയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അമേരിക്കയിലെ പ്രതിരോധ വകുപ്പിന്റെ പേര് എന്താക്കി മാറ്റി? യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റി. അമേരിക്ക പ്രതിരോധ വകുപ്പിന്റെ പേര് എന്താക്കി മാറ്റി? യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ ക്ലാസ് മുറികളിൽ സ്മാർട്ട് ഫോൺ നിരോധിച്ച രാജ്യമാണ് ഏത്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ ക്ലാസ് മുറികളിൽ എന്ത് നൽകി? സ്മാർട്ട് ഫോണുകൾക്ക് വിലക്കേർപ്പെടുത്തി, നിരോധനം ഏർപ്പെടുത്തി. ഇന്ത്യ ഇന്റർനാഷണൽ ടീ കൺവെൻഷൻ നടന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ്. 2025 ഇന്ത്യ ഇന്റർനാഷണൽ ടീ കൺവെൻഷൻ നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചാണ്? കൊച്ചിയിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഡോക്ടർ കെ ആശ രചിച്ച മാധവിക്കുട്ടിയുടെ ജീവചരിത്രമാണ് മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ. മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന് പറയുന്ന ജീവചരിത്രം രചിച്ചത് ആരാണ്? ഡോക്ടർ കെ ആശയാണ്. റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു? അത് പ്രകാശനം ചെയ്തു. ഇനി കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നീല സമ്പദ് വ്യവസ്ഥ അഥവാ ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന കോൺക്ലേവ് നടന്നത് 2025 തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ളതാണ് അല്ലേ? കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ളതാണ് ബ്ലൂ ഇക്കോണമി. ഇനി ബുക്കർ പുരസ്കാരത്തിനുള്ള ചുരുക്ക പട്ടികയിൽ, അന്തിമ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ പുസ്തകമാണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്നത്. ഇതിങ്ങനെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കാം. കിരൺ ദേശായിയുടെ പുസ്തകമാണ്. കിരൺ ദേശായി അല്ലെ? കിരൺ ദേശായി ആണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, സോണിയും സണ്ണിയും ലോൺലിനെസ്സിൽ അല്ലേ ഒറ്റയ്ക്കിരിക്കുവാണ്. സോ ഒറ്റയ്ക്കിരുന്നപ്പോൾ അവർ ഓരോ ദോശയൊക്കെ ചുട്ട് കഴിച്ചു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പം ദേശായി ദോശായി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ദോശയൊക്കെ ചുട്ട് അവരങ്ങ് കഴിച്ചു, വെറുതെ അങ്ങ് ഇരിക്കുവാണ്. നമ്മുടെ കിരണും നമ്മുടെ സണ്ണിയും സോണിയും വെറുതെ ഇരിക്കുവാണ്. അവർ വെറുതെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യുവാണ്? സണ്ണിയും സോണിയും വെറുതെ ഇരുന്നു. രണ്ടുപേരും എന്താണ്? ഓരോ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുവാണ്? ദോശ ഉണ്ടാക്കി കഴിക്കുവാണ്. അപ്പം ദോശ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, ദേശ ദേശായി. പിന്നെ കിരൺ അങ്ങ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കിട്ടിക്കോളും കേട്ടോ, ദേശായി. ഇനി കവി ബി കെ ഹരിനാരായണൻ രചിച്ച MS സുബ്ബുലക്ഷ്മിയുടെ ജീവചരിത്രമാണ് ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത്. ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത് കവി ബി കെ ഹരിനാരായണൻ രചിച്ച MS സുബ്ബുലക്ഷ്മിയുടെ ജീവചരിത്രമാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ യൂട്യൂബ് ചാനലുകൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തിയത് കർണാടകയാണ്. ലൈസൻസ് ഏർപ്പെടുത്താൻ പോവുകയാണ്. വളരെ നല്ല കാര്യമാണ് അല്ലേ? ഓക്കെ. ഇനി ദേശീയ ബഹുമതി ആയിട്ടുള്ള സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ KSFE എന്ന് പറയുന്നത്. ദേശീയ ബഹുമതി ആയിട്ടുള്ള സ്വദേശ് സമ്മാനാണ്. മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്വന്തം KSFE. ഇനി 2025 കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് 2025 കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയിൽ വെച്ചിട്ടാണ് കേരള അർബൻ കോൺക്ലേവ് നടന്നിട്ടുണ്ടായിരുന്നത്. 2025 കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് കൊച്ചിയാണ്. ഇനി 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് അങ്കമാലിയിൽ നടന്നു. നോക്കി വെച്ചേക്കണേടാ, ഇതൊക്കെ ചോദിക്കും കേട്ടോ. അർബൻ കോൺക്ലേവ്, പരിസ്ഥിതി കോൺക്ലേവ് എവിടെയാണ് നടന്നത്? അങ്കമാലി. പരിസ്ഥിതി കോൺക്ലേവ് എവിടെയാണ് നടന്നത്? അങ്കമാലി. അർബൻ കോൺക്ലേവ് എവിടെയാണ് നടന്നത്? കൊച്ചിയിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലേ? അർബൻ കൊച്ചി എന്ന് പറയുന്നത് ഒരു അർബൻ ആണ് അല്ലേ? അതായത് സിറ്റിയാണ്. അപ്പോൾ അർബൻ കോൺക്ലേവ് അങ്കമാലിയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പരിസ്ഥിതി കോൺക്ലേവ് നടക്കുന്നത്. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലാം ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ് 2025 ഒക്ടോബറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കുന്നത് ഇദ്ദേഹം എപ്പോൾ മടങ്ങി, എന്ന് മടങ്ങി, അങ്ങനെയൊന്നും ആയിരിക്കില്ല.
ആരാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രി എന്ന് ചോദിക്കും. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലാം ആണ്. നവീൻ ചന്ദ്ര രാംഗുലാം. അസമിലെ ഗോലാഘട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുളയധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് സ്ഥാപിതമായി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മുളയധിഷ്ഠിതമായിട്ടുള്ള ബയോ എത്തനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് ഗോലാഘട്ടിലാണ്. മുളയധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് അസമിലെ ഗോലാഘട്ടിലാണ് കേട്ടോ. മുളയധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? അസമിലെ ഗോലാഘട്ടിലാണ്. ഇനി സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആദരം ലഭിച്ചു. എന്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷന് ഈ പുരസ്കാരം ലഭിച്ചത്? വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക്. സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആദരം ലഭിച്ചു. ഇനി അക്രമകാരിയായിട്ടുള്ള വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടുന്നതിന് വേണ്ടിയിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കേരളം കൊണ്ടുവന്നു. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു പുലി നാട്ടിലേക്ക് ഇറങ്ങി, ഒരു കടുവ നാട്ടിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ആന കൃഷി നശിപ്പിച്ച് നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വന്യജീവിയെ കൊല്ലാനായിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് എന്ത് ചെയ്യാം? ഉത്തരവിടാം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അതിനുള്ള അധികാരം നൽകുന്ന ബില്ല് അല്ലെങ്കിൽ സംരക്ഷണ നിയമം എന്ത് ചെയ്തു? കേരളം മുന്നോട്ട് കൊണ്ടുവന്നു. ഇനി ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് 2025 ലോക സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് ലോക സാക്ഷരതാ ദിനം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. എന്നാണ് ലോക സാക്ഷരതാ ദിനം എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ പറയുക. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക. ഇനി മൈക്ക് വാട്സ് UN-ലെ US സ്ഥാനാപതിയായിട്ട് നിയമിതനായപ്പോൾ നമ്മുടെ UN-ലേക്കുള്ള US-ന്റെ സ്ഥാനാപതിയായി കേട്ടോ. US-ന്റെ സ്ഥാനാപതിയാണ്. നമുക്ക് ഇപ്പോൾ ഇന്ത്യക്ക് UN-ലേക്കുള്ള സ്ഥിരം പ്രതിനിധിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള UN-ലേക്കുള്ള സ്ഥിരം പ്രതിനിധിയാണ് നമ്മുടെ പർവ്വതേനി ഹരീഷ് അഥവാ P ഹരീഷ്. അതുപോലെയാണ് US-ന്റെ സ്ഥാനാപതിയായിട്ട് അല്ലെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഈ പറയുന്ന അംബാസിഡറായിട്ട് US-ന്റെ അംബാസിഡറായിട്ട് UN-ലേക്ക് പോയത് മൈക്ക് വാട്സ് ആണ്. ഭൂട്ടാൻ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUV കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസും EDയും നടത്തിയ സംയുക്ത അന്വേഷണമാണ് ഓപ്പറേഷൻ നുംഖോർ എന്ന് പറയുന്നത്. നമ്മുടെ പല നടന്മാരുടെയും വീട്ടിലൊക്കെ ഈ നുംഖോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം കസ്റ്റംസും അതുപോലെ തന്നെ EDയും നടത്തിയതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കേരളത്തിലേക്ക് കടത്തിയ SUV കാറുകൾ ഭൂട്ടാനിൽ നിന്ന് ടാക്സ് ഒക്കെ വെടിച്ച് കടത്തത്തില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കാറുകൾ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണമാണ് ഓപ്പറേഷൻ നുംഖോർ എന്ന് പറയുന്നത്. തീരസംരക്ഷണ സേന നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ 5ാമത് ആഗോള ഉച്ചകോടി 2027 നടക്കുന്നത് ചെന്നൈയിലാണ്. 2027 കോസ്റ്റ് ഗാർഡിൻ്റെ ആഗോള ഉച്ചകോടി ഫിഫ്ത്ത് ഗ്ലോബൽ സമ്മിറ്റ് കേട്ടോ. ഫിഫ്ത്ത് ഗ്ലോബൽ സമ്മിറ്റ് ആരുടെയാണ്? ഫിഫ്ത്ത് ഗ്ലോബൽ സമ്മിറ്റ് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ അല്ലെ. കോസ്റ്റ് ഗാർഡിൻ്റെ ഫിഫ്ത്ത് ഗ്ലോബൽ സമ്മിറ്റിന് വേദിയാകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയാണ്. ഇനി മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ട് ആചാര്യ ദേവവ്രത നിയമിതനായി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക, വായിച്ചു വിടുക. ശ്രീനിധി സുരേഷ് നമ്മുടെ മിസ് കേരള 2025 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മിസ് കേരള 2025 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീനിധി സുരേഷ് ആണ്. ഇപ്പോൾ ശ്രീനിധി സുരേഷ് ആണ് മിസ് കേരള 2025 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ലെക്കർണു ആണ് കേട്ടോ. സെബാസ്റ്റ്യൻ ലെക്കർണു ആണ് ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് കേട്ടോ. സെബാസ്റ്റ്യൻ ലെക്കർണു ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റു. സെബാസ്റ്റ്യൻ ലെക്കർണു. പവൻകുമാർ ശർമ്മയെ നമ്മുടെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിച്ചു. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പവൻകുമാർ ശർമ്മയെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിച്ചു. പരമിത ത്രിപാഠി കുവൈറ്റിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതയായി. പരമിത ത്രിപാഠി കുവൈത്തിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതയായി. ഇന്ത്യൻ ന്യൂസ് സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായിട്ട് വിവേക് ഗുപ്തയെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതിയേ. ഇന്ത്യൻ ന്യൂസ് സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്തയെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഇനി ഉത്തർപ്രദേശിലെ ഖുറയിലാണ്
സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ പാർക്ക് അനോഖി ദുനിയ. അനോഖി ദുനിയ അല്ലെ, ദുനിയ നമ്മുടെ റോക്കി ഭായ് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ ദുനിയ എന്നൊക്കെയുള്ള പേര് അല്ലെ. ദുനിയ വേണ്ടത് റോക്കി ഭായിക്കാണല്ലോ. അപ്പോൾ നോക്കിക്കേ, ആ റോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ സെറാമിക് മാലിന്യം. സെറാമിക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റോക്കുമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ ഉത്തർപ്രദേശിലെ ഖുറയിലാണ് സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായിട്ടുള്ള അനോഖി ദുനിയ എന്ത് ചെയ്തത്, തുറന്നത്. അനോഖി ദുനിയ തുറന്നത് ഉത്തർപ്രദേശിലാണ്. നമ്മൾ പറഞ്ഞു സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച പാർക്കാണ് അനോഖി ദുനിയ. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച് കേരളത്തിലെ വർക്കല കുന്നുകൾ. ഷുവർ ഷോട്ടാണ് ഇതൊക്കെ, ഷുവർ ഷോട്ടാണ്. ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചിരിക്കണം. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്ന് വർക്കല കുന്നുകൾ എന്ത് ചെയ്തു, ഇടം നേടി. നേരെ സ്പോർട്സിലേക്ക് വരാം. 2025 ഏഷ്യ കപ്പ്, 2025 ഏഷ്യ കപ്പ്, ഷുവർ ഷോട്ട് 2025 ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ഇന്ത്യക്കാണ്. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽ നടന്നത്. അവിടെ പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തി ഇന്ത്യ ജേതാക്കളായത്. ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2025 ഏഷ്യ കപ്പ് നേടിയത് ഇന്ത്യയാണ്. പാകിസ്ഥാൻ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. സുബ്രതോ കപ്പ് അന്താരാഷ്ട്ര സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തില് കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് എന്ത് ലഭിച്ചു, കിരീടം ലഭിച്ചു. അന്താരാഷ്ട്ര സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സുബ്രതോ കപ്പ്. അതിൽ നമ്മുടെ കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം നേടി. ഉത്തരാഖണ്ഡിലെ ഈ CBSE കുട്ടികളെ പരാജയപ്പെടുത്തിയാണ് നമ്മുടെ കോഴിക്കോട് കിരീടം നേടിയതെന്ന് ഓർത്തു വെക്കുക. ഇനി ബാലൻ ഡ്യൂർ പുരസ്കാരത്തിലേക്ക് വരാം അല്ലെ. ബാലൻ ഡ്യൂർ പുരസ്കാരം ലഭിച്ച 2025 ബാലൻ ഡ്യൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഫ്രഞ്ച് ഫുട്ബോൾ താരമായിട്ടുള്ള ഒസുമാനെ ഡെംബലെ. പുരുഷ താരമാണ് കേട്ടോ. ബാലൻ ഡ്യൂർ പുരസ്കാരം നേടിയ പുരുഷ താരമാണ് ഒസുമാനെ ഡെംബലെ. ഇനി വനിതാ താരം ആരാണ്? അത് നമ്മുടെ സ്വന്തം ഐത്താന ബോൺമതി അല്ലെ. ഐത്താന ബോൺമതിയാണ് 2025 ബാലൻ ഡ്യൂർ പുരസ്കാരം നേടിയ വനിതാ താരം എന്ന് പറയുന്ന ഫുട്ബോൾ താരമാണ് കേട്ടോ. ഫുട്ബോൾ താരമാണ്, സ്പാനിഷ് ഫുട്ബോൾ താരമാണ് ഐത്താന ബോൺമതി. അപ്പോൾ ബാലൻ ഡ്യൂർ പുരുഷ ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്, അല്ലെങ്കിൽ പുരസ്കാരം പുരുഷന്മാർക്കുള്ള പുരസ്കാരം നേടിയത്, മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഒസ്മാനെ ഡെംബലെ. വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഐത്താന ബോൺമതി. ഇനി വനിതാ ഏകദിന ക്രിക്കറ്റ് നോക്കാം. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി, 100 റൺസ് അല്ലെ. ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും, അതായത് 50 റൺസ് അർദ്ധ സെഞ്ചുറി എന്ന് പറയുമ്പോൾ നേടി റെക്കോർഡ് ഇട്ടത് നമ്മുടെ സ്വന്തം സ്മൃതി മന്ദാന. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി അല്ലെ, വേഗമേറിയ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടിയത് സ്മൃതിയാണ്. 23 പന്തില് അർദ്ധ സെഞ്ചുറി, 50 പന്തില് സെഞ്ചുറി. നോക്കിക്കേ, 23 പന്തില് അർദ്ധ സെഞ്ചുറി, 50 പന്തില് സെഞ്ചുറി തികച്ചാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. വനിതാ ഏകദിനത്തിൽ ലോകത്തെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി സ്വന്തം പേരിലാക്കാനും ആർക്ക് സാധിച്ചു? മന്ദാനയ്ക്ക് സാധിച്ചു. വനിതാ ഏകദിനത്തില് ലോകത്തിലെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി ആരുടെ പേരിലാക്കി? മന്ദാനയുടെ പേരിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വനിതാ ഏകദിന ക്രിക്കറ്റില് ഇന്ത്യൻ താരം വനിതാ ഏകദിനത്തില് ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മന്ദാന തന്നെയാണ്. ലോകത്തിലാണ് 2ാം സ്ഥാനം കേട്ടോ. അപ്പോൾ വനിതാ ഏകദിന ക്രിക്കറ്റില് ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ആരുടെ പേരിൽ തന്നെയാണ്? സ്മൃതി മന്ദാനയുടെ പേരിലാണ് കേട്ടോ. ഇനി എപ്പോഴും റെക്കോർഡുകളുടെ രാജകുമാരൻ അല്ലെ, സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തുന്ന നമ്മുടെ പോൾ വാൾട്ടില് 14ാം തവണയും ലോക റെക്കോർഡിട്ട് സ്വീഡിഷ് താരം അർമാൻ ഡ്യൂപ്ലന്റിസ് ഇത്തവണ 6 മീറ്ററും 30 സെന്റിമീറ്ററും ചാടിയാണ് തൻ്റെ തന്നെ 13ാമത്തെ ലോക റെക്കോർഡ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, തിരുത്തുന്നത്. ഇദ്ദേഹം ഒരു മനുഷ്യനല്ല, അസാമാന്യ വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ, അർമാൻ ഡ്യൂപ്ലന്റിസ്. അടുത്ത് നോക്കാം. ഫിഡെ വനിത ഗ്രാൻഡ് സ്വിസ് ചെസ്സിൽ
ഇന്ത്യയുടെ ആർ വൈശാലി ജേതാവായി. 2025 ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് ചെസ്സിൽ ഇന്ത്യയുടെ ആർ വൈശാലി ജേതാവായി. ജപ്പാനിലെ ടോക്കിയോ ആയിരുന്നു 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത്. 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു? ടോക്കിയോ. ചോദിക്കും കേട്ടോ, ഷുവർ ഷോട്ട് ആണ്. 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്, പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇന്ത്യ ന്യൂഡൽഹിയിലാണ്. അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്ന എവിടെയായിരുന്നു? ടോക്കിയോയിൽ വെച്ചിട്ടാണ്. മെഡൽ പട്ടികയിൽ അമേരിക്ക 1-ാം സ്ഥാനത്ത് വന്നു. ആരൊന്നാം സ്ഥാനത്ത് വന്നു? അമേരിക്ക 1-ാം സ്ഥാനത്ത് വന്നു. ഷുവർ ഷോട്ട് ആണ്. 15-ാം വയസ്സിൽ ചെസ് അന്താരാഷ്ട്ര മാസ്റ്റർ പദവി സ്വന്തമാക്കിയ തൃശൂർ സ്വദേശിനി കല്യാണി സിരിൻ 15-ാം വയസ്സിൽ ചെസ് അന്താരാഷ്ട്ര മാസ്റ്റർ പദവി സ്വന്തമാക്കി. ഇനി നമ്മുടെ BCCIയുടെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മിഥുൻ മൻഹാസ് ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. ഓക്കെ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ. ആരാണ് പുതിയ പ്രസിഡന്റ്? മിഥുൻ മൻഹാസ്. ആരാണ്? മിഥുൻ മൻഹാസ്. ഇനി നമുക്ക് നോക്കാം ചില പുരസ്കാരങ്ങൾ കൂടി. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. NK ദേശം പുരസ്കാരം ലഭിച്ചത് കവി V മധുസൂദനൻ നായർക്കാണ്. NK ദേശം പുരസ്കാരം ലഭിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുരസ്കാരങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് കേട്ടിരിക്കുക. നമ്മളിതൊന്നും പഠിച്ചില്ല എന്ന് വേണ്ടല്ലോ, നമ്മളൊന്ന് വായിച്ചു വിട്ടല്ലോ, അത്രയും സമാധാനം നമുക്കുണ്ടല്ലേ. NK ദേശം പുരസ്കാരം ലഭിച്ചത് കവി V മധുസൂദനൻ നായർക്ക്. പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പി നമ്മുടെ വയലാർ അവാർഡ് ജേതാവാണ് ശ്രീകുമാരൻ തമ്പി അല്ലേ. അപ്പോൾ പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് നമ്മുടെ സ്വന്തം KJ യേശുദാസിനാണ് MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത്. കർണാടക സംഗീത സർക്കാരിൻ്റെ ഈ വർഷത്തെ 2025 മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത ചരിത്രകാരനും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള രാമചന്ദ്ര ഗുഹയ്ക്കാണ് അല്ലെ. ഇദ്ദേഹം എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ചരിത്രകാരനാണ് രാമചന്ദ്ര ഗുഹ. അപ്പോൾ ഇദ്ദേഹത്തിനാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? 2025 നമ്മുടെ കർണാടക സർക്കാരിൻ്റെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ചത്. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത്. 2025 49ാമത് വയലാർ പുരസ്കാരം ലഭിച്ച നമ്മുടെ E സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. തപോമയിയുടെ അച്ഛൻ. ഇനി അടുത്ത നമുക്ക് നോക്കാം. PV സ്വാമി അവാർഡ് ലഭിച്ചത് K മാധവനാണ്. PV സ്വാമി അവാർഡ് ലഭിച്ചത്. 2025 മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് E സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ. അപ്പോൾ 2025 വയലാർ അവാർഡ് ലഭിച്ച അതേ കൃതിക്ക് തന്നെയാണ് മലയാറ്റൂർ അവാർഡും ലഭിച്ചത് E സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ. സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചത് കേട്ടോ. സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചത്. കൈതപ്രം എന്ന് പറയുന്നത് നമ്മുടെ 2025 ഹരിവരാസന പുരസ്കാര ജേതാവാണെന്ന് ഓർത്തുവെക്കുക കേട്ടോ. ഇനി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഏതടാ? മഹാരാഷ്ട്ര. കണ്ടോ, ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര. അത് ആരാ പറയുന്നത്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാ പറയുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇനി റോഷൻ രചിച്ച രത്തൻ ടാറ്റയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ് രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. റോഷനാണ് ഇത് രചിച്ചിട്ടുണ്ടായിരുന്നത്. രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായിട്ട്
കെ വിസ എന്ന പേരിൽ വിസ കൊണ്ടുവന്നത് ആരാണ്? ചൈനയാണ് അല്ലേ. കെ വിസ എന്ന പേരിൽ വിദേശ രാജ്യത്തുള്ള ശാസ്ത്ര പ്രതിഭകളെ അവരുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ വിസ കൊണ്ടുവന്നത്. അടുത്തത് നമുക്ക് നോക്കാം. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കാൻ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ പദ്ധതി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പാക്കാനായിട്ട് കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. അപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കാനായിട്ട് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത് എവിടെയാണ്? 14 ജില്ലകളിലും. ഇനി സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പറേഷൻ വനരക്ഷ സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം തിരുവനന്തപുരത്താണ് നടന്നത്. 2025 കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം തിരുവനന്തപുരത്താണ് നടന്നത്. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികമാണ് 2025 നമ്മൾ ആചരിക്കാൻ പോകുന്ന വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം. ഇനി നമുക്ക് വേഗത്തിൽ 2025 നൊബേൽ പുരസ്കാരങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. US ശാസ്ത്രജ്ഞനായിട്ടുള്ള മേരി ഇ ബ്രെൻകോവ്, ഫ്രെഡ് റാംസ്റ്റൽ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ ഷിമോൻ സാക്കാഗുച്ചി, ഇവർക്കാണ് ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്. നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഈ നൊബേൽ പുരസ്കാരം പഠിച്ചത്. ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു വിടുവാണ് റിവിഷന് വേണ്ടിയിട്ട്. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രെൻകോവിനും ഫ്രെഡ് റാംസ്ഡലിനും അതുപോലെ തന്നെ ഷിമോൺ സാക്കാഗുച്ചി, ഇവർ 3 പേരുമാണ് 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഈ വർഷത്തെ ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ജോൺ ക്ലാർക്ക്, ബ്രിട്ടനിൽ നിന്നുള്ള ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറത്ത്, ജോൺ എം മാർട്ടിനസ്, ഇവർക്കാണ് ഈ വർഷത്തെ ഫിസിക്സ് നൊബേൽ അഥവാ ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറത്ത്, ജോൺ എം മാർട്ടിനസ്. ഇനി ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് 2025 ഫിസിക്സ് നൊബേൽ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഏകദേശം 10.38 കോടി രൂപയാണ് സമ്മാന തുകയായിട്ട് എന്ത് ചെയ്തത് ഇവർക്ക് ലഭിക്കുന്നത്. ഇനി സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഓമർ യാഗി എന്നിവർക്കാണ് ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി നൊബേൽ ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2025 കെമിസ്ട്രി നൊബേൽ സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, അതുപോലെ തന്നെ ഒമർ യാഗി എന്നിവർക്കാണ് ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ. ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനകളാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്. സോ അത് കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാനായിട്ട് സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനകളാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഈ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? ജൈവ തന്മാത്രകൾക്കും അതുപോലെ തന്നെ ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒഴുകാൻ സാധിക്കും. സോ അത് കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് 3 പേർക്കും എന്ത് ലഭിച്ചത്? ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാരം സുസുമുക്കും റിച്ചാർഡ് റോബ്സണും അതുപോലെ തന്നെ ഒമർ യാഗിക്കും കിട്ടിയത്. ഹംഗേറിയൻ എഴുത്തുകാരൻ ലല്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് ഈ വർഷത്തെ സാഹിത്യ നൊബേൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ ലാസ്ലോ എന്നാണ് പഠിച്ചത്. നമ്മൾ ലാസ ഐസ്ക്രീം അല്ലെ, ഹംഗറി വരുമ്പോൾ ലാസ ഐസ്ക്രീം കഴിക്കും അല്ലേ. അപ്പോൾ ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് ഈ വർഷത്തെ സാഹിത്യ നൊബേൽ 2025 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഇനി ലാസ്റ്റ് വൺ നമ്മുടെ സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ചത് വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായിട്ടുള്ള മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ഈ വർഷത്തെ സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 സമാധാന നൊബേൽ പുരസ്കാരം നോക്കി. ഇനി നമുക്ക് സാമ്പത്തിക നൊബേൽ പുരസ്കാരം കൂടി നോക്കാം. ജോയൽ മോക്കിർ കേട്ടോ, നെതർലാൻഡ്സിലാണ് ജനിച്ച US ഇസ്രായേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത് ജോയൽ മോക്കിർ. അതുപോലെ തന്നെ ഫിലിപ്പ് അഗിയോൺ, ഫ്രാൻസിൽ നിന്നുള്ള ഫിലിപ്പ് അഗിയോൺ
പീറ്റർ ഹോവിറ്റ്, കാനഡയിൽ നിന്നുള്ള പീറ്റർ ഹോവിറ്റ്. ഇവർക്ക് 3 പേർക്കുമാണ് ഈ വർഷത്തെ 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്. പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യയുടെ വികാസവും സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യയുടെ വികാസവും ഒക്കെ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഇവരുടെ കണ്ടുപിടുത്തത്തിനാണ് ഈ ഒരു 2025 സാമ്പത്തിക നോബൽ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? 3 പേർക്ക് ലഭിച്ചത്. നമ്മുടെ ഫിലിപ്പ് അഗിയോണിനും ജോയൽ മൊക്കിറിനും അതുപോലെ തന്നെ പീറ്റർ ഹോവിറ്റിനും ലഭിച്ചത്. ഇനി 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. ജിനാലി മോദി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം യുണൈറ്റഡ് നേഷൻസിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം UNEP നൽകുന്നതാണ് കേട്ടോ. UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം നൽകുന്ന യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. നമ്മൾ പറഞ്ഞു ജനലി കൂടിയൊക്കെയാണ് വാങ്ങിച്ചത്. ജിനാലി മോദി അല്ലേ, ചോദിക്കും. ഇനി സൗരയൂഥത്തിന്റെ അതിർത്തിയായിട്ടുള്ള ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ് എന്ന് പറയുന്നത് നാസയുടെ ദൗത്യമാണ് സൗരയൂഥത്തിന്റെ അതിർത്തിയായിട്ടുള്ള ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് കേട്ടോ. ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ സൂര്യന്റെ ആ ഒരു പുറം ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് ഹീലിയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്ക് തീരത്ത് നിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള ശ്രീവിജയപുരം, നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് എന്താ, പോർട്ട് ബ്ലെയർ എന്ന് പറയാറുണ്ട് അല്ലെ, പോർട്ട് ബ്ലെയർ. അപ്പൊ ഈ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ഈ ശ്രീവിജയപുരം. അപ്പോൾ ഇവിടെ നിന്ന് വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ, ഈ ഒരു ശ്രീവിജയപുരത്ത് നിന്ന്. ഒഡീഷയിലെ ബാലസോറിലെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസൈൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഒഡീഷയിലെ ബാലസോറിലെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസൈൽ, അഗ്നിയാണ് കേട്ടോ, അഗ്നി മിസൈൽ എന്ത് ചെയ്തു, പരീക്ഷിച്ചു. 2000 കിലോമീറ്റർ ആണ് ദൂരപരിധി. 6 പതിറ്റാണ്ടിലെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് MiG-21 യുദ്ധവിമാനം എന്ത് ചെയ്തു, വിടവാങ്ങി. MiG-21 എന്ന് പറയുന്നത് ഒരു യുദ്ധവിമാനമാണ്. ഇന്ത്യ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലാണ് അനന്തശസ്ത്ര എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ കേട്ടോ, നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അനന്തശസ്ത്ര, ഇന്ത്യ പുതുതായിട്ട് നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലാണ് അനന്തശസ്ത്ര. ഇനി ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം മഡ് വോൾക്കാനോ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാത്താങ്ങിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അഥവാ മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാത്താങ്ങിലാണ്. ബ്രഹ്മപുത്ര നദിക്കിടയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ബ്രഹ്മപുത്ര നദിക്കിടയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതി. ഇന്ത്യയുടെ 2ാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് ആന്ത്രോത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ, മറ്റ് രാജ്യങ്ങളുടെ മുങ്ങിക്കപ്പലുകളെ തകർക്കാനായിട്ടുള്ള ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് INS ആന്ത്രോത്ത് എന്ന് പറയുന്നത്. ഇതിനു മുൻപ് നമ്മൾ ആദ്യത്തേത് INS അർണാലയായിരുന്നു കേട്ടോ. INS ആന്ത്രോത്ത് റീസെന്റ് ആയിട്ട് കമ്മീഷൻ ചെയ്തു. ഇനി ലോക പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റ്, അതായത് നരവംശ ശാസ്ത്രജ്ഞൻ, മനുഷ്യക്കുരങ്ങുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ് പ്രൈമറ്റോളജിസ്റ്റ്. ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയുമായിട്ടുള്ള ഡാം ജെയിൽ ഗുഡാൾ അന്തരിച്ചു. ഡാം ജെയിൽ ഗുഡാൾ പ്രൈമറ്റോളജിസ്റ്റ് ആണ്, ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകനാണ്. ഓക്കെ. ഇന്ത്യൻ പ്രവർത്തന രംഗത്തെ അധികായരിൽ ഒരാളായിട്ടുള്ള TJS ജോർജ് അന്തരിച്ചു. ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻദാസ് അന്തരിച്ചു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ PSC ബുള്ളറ്റിൻ ഒക്ടോബർ മാസം നമ്മൾ പഠിച്ചത്. അപ്പോൾ സെപ്റ്റംബറിലെ കുറച്ച് ഭാഗം കൂടി കയറി വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഒക്ടോബർ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ പല എന്ത് ചെയ്തു, സെപ്റ്റംബർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ജൂലൈ ഓഗസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇത് ഒക്ടോബർ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ബാക്കിയുള്ള മാസത്തെയും കൂടി PSC ബുള്ളറ്റിൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഇട്ട് ഒരു റിവിഷൻ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.